ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വേർത്തിട്ടുണ്ട് രാവിലെ തന്നെ. നമ്മുടെ തൊടി കൂടെ നടക്കുമ്പോൾ തന്നെ വേർപ്പ്. എന്താ ചൂട്! 42 ഡിഗ്രിയൊക്കെയാണ് പാലക്കാട്. ഒരു വേനൽ മഴയ്ക്ക് വേണ്ടി കൊതിക്കുകയാണ്. എത്ര പെട്ടെന്നൊന്ന് പെയ്യ്. 2 ദിവസത്തിനുള്ളിൽ പെയ്യുന്നൊക്കെ കേൾക്കുന്നുണ്ട്. വേനൽ മഴ കിട്ടാൻ കൊതിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. നമ്മുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് നാടൻ കറക്കങ്ങളാണ്. അതിന് മുന്നേ ഞാൻ ബാംഗ്ലൂരായിരുന്നല്ലോ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് 3 ദിവസം മുമ്പ് എത്തി. ബാംഗ്ലൂരിൽ ലാസ്റ്റ് ദിവസം പ്രത്യേകിച്ച് വ്ളോഗൊന്നും എടുത്തില്ല, ഷോർട്സ് ആയിരുന്നു. ഗോ കാർട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്സ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കറക്കം. ആദ്യം പോകുന്നത് നമ്മുടെ ആര്യങ്കാവ് അമ്പലത്തിൽ. 96 ദേശങ്ങളുടെ ഒരു വേലയാണ്, കുതിരകളിയൊക്കെ ഉള്ള ഒരു വേലയാണ്. ഏപ്രിൽ 4 എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഏപ്രിൽ 4 ഞാൻ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ട് ഒന്ന് തൊഴുകാമെന്ന് വിചാരിച്ചു. ആര്യങ്കാവിൽ അമ്മേനെ ഒന്ന് തൊഴണം. സോ ആദ്യം അങ്ങോട്ട് പോകാം. അവിടെ പോണതിന് മുന്നേ അവിടെ തൊട്ടടുത്തുള്ള എരപ്പ ശിവക്ഷേത്രത്തിലും ഒന്ന് പോകണം. അപ്പോൾ ഒരു ടെമ്പിൾ വ്ളോഗായിട്ട് തുടങ്ങാം. അതിനുശേഷം ഇതൊരു ഫൺ വ്ളോഗാക്കി മാറ്റാൻ നോക്കാം. സോ വെൽക്കം യു ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ എടുത്ത് പോവാം. പൂരത്തിൻ്റെ ദിവസവും തലേ ദിവസമൊക്കെ ഈ ഒരു പറമ്പിൽ നല്ലോണം ആളുകളുണ്ടാവും, കുറേ കച്ചവടക്കാരും ഉണ്ടാവും. ശിവക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടോ. പാലക്കാട് ജില്ലയിലെ കവളപ്പാറയിലാണ് എറുപ്പെ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് 8 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്ന് 6 കിലോമീറ്ററും ദൂരത്തിൽ. ചെറുപ്പം തൊട്ടേ ഈ മഞ്ചാടിക്കുരു ആയിരുന്നത് ഇഷ്ടമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴാണ് ഒരുപാട് മഞ്ചാടിക്കുരു കാണും. ചെറിയ കുട്ടികൾ ഇതിങ്ങനെ വാരി കഴിഞ്ഞാലേ നല്ലോണം ബുദ്ധി വയ്ക്കും, നല്ല ആക്റ്റീവ് ആവും എന്നൊക്കെയാണ് പറയുക. അങ്ങനെ ശിവക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. പൊതുവെ ഈ ആര്യങ്കാവ് അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. അപ്പോൾ നന്നായി തൊഴുതു. ഇനി നമുക്ക് ഇവിടെ കവളപ്പാറ കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിനുള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, പഴയ കൊട്ടാരം പൊളിഞ്ഞ് വീഴാറായി. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്നുള്ള ചില കാഴ്ചകൾ കാണാം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഈ ഒരു കവളപ്പാറ കൊട്ടാരം ഏതാണ്ട് 1000 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കവളപ്പാറ നായർ കുടുംബത്തിൻ്റേതായിട്ടുള്ള ഈ ഒരു കൊട്ടാരം ഇപ്പോൾ ഏതാണ്ട് ജീർണിച്ച അവസ്ഥയിലാണ്. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പിൽ നായരായിരുന്നു ഈ ഒരു കൊട്ടാരത്തിൻ്റെ അധികാരി. കൊച്ചി രാജവംശമൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച ആളായിരുന്നു. ഏപ്രിൽ ആയേ ഉള്ളൂ, അപ്പോഴേക്കും കണിക്കൊന്നയൊക്കെ പൂത്തു. വിഷുവൊക്കെ വരാറായി. വിഷുവൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ ഉണ്ടാവുമോ എന്തോ. നല്ല ഫ്രഷ് ഡയലോഗല്ലേ. ഏപ്രിൽ ആകുമ്പോൾ എല്ലാവരും പറയാറുള്ള നല്ല ഫ്രഷ് ഡയലോഗാണത്. എന്തായാലും വിഷുവൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഉണ്ടാവും. ഇത്തവണ വിഷുവിന് നാട്ടിലുണ്ടാവില്ല ഞാൻ, അതാണ് ഒരു വിഷമം. അതായത് ഞാനായിട്ട് തന്നെ എടുത്തൊരു തീരുമാനമാണ്. വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ വരാം. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ലാലേട്ടൻ്റെ നരസിംഹം സിനിമയിൽ ഒരു എപ്പിക് സീന് ഇവിടെ വെച്ച് ഈ ആൽമരത്തിന് പുറകിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുറകിൽ ആലുണ്ട്. പിന്നെ അതുപോലെ പട്ടാഭിഷേകം, ആ സിനിമയിൽ ജയറാമും പിന്നെ മറ്റേ ഹരിശ്രീ അശോകനും കൂടിയിട്ട് ആനയെ കൂട്ടി വരുന്നൊരു സീനുണ്ട്. അതൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ സ്ഥിരം സിനിമ ലൊക്കേഷനാണ് ഈ കവളപ്പാറ.
ഞാൻ പറഞ്ഞായിരുന്നില്ലേ നരസിംഹത്തിലെയും പട്ടാഭിഷേകത്തിലെയും ചില എപ്പിക് സീൻസ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അത് ഇതൊക്കെയാണ്. ഇതല്ലാണ്ടേയും വേറെയും ചില സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാട്ടോ. കാരണം പണ്ട് ഈ ഷൊർണൂർ ഒറ്റപ്പാലമൊക്കെ സ്ഥിരം സിനിമ ലൊക്കേഷനായിരുന്നു. വേറെ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി പൂരം നടക്കണ ആര്യങ്കാവിലേക്ക് പോവാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, കുറച്ച് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. സോ ആര്യങ്കാവിലേക്ക് നടക്കാം. പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടല്ല കേട്ടോ, എലക്ഷൻ പ്രചരണമൊക്കെ നടക്കുകയല്ലേ, അതിൻ്റെയാണ്. ആര്യങ്കാവ് പൂരം 96 ദേശങ്ങളായിട്ട് നടത്തുന്ന പൂരമാണ്. ഇവിടുത്തെ പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ പൂരത്തിന് ആനകൾ ഉണ്ടാവില്ല. തട്ടക ദേശങ്ങളുടെ കുതിരകളിയാണ് ഇവിടുത്തെ പ്രാധാന്യം. പൂരത്തിന് ശേഷം നല്ലൊരു വെടിക്കെട്ട് ഉണ്ടാവും. പൂരം കുറിക്കുന്നത് 41 ദിവസം മുമ്പാണ്. അവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും രാത്രി പൂരം ദിവസം വരെ തോൽപ്പാവക്കൂത്ത് നടക്കുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നന്നായിട്ട് തൊഴുതു, വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ പൂരത്തിന് തലേദിവസമൊക്കെ പൊതുവെ വരാറ്. ഇത്തവണ പൂരത്തിന് 5 ദിവസം മുമ്പ് തന്നെ വന്നു. പൂരം വരുന്നത് ഒരു വ്യാഴാഴ്ചയാണ്, ശനിയാഴ്ച തന്നെ വന്നു. അപ്പോൾ 5 ദിവസം ഉണ്ട് ഇനി. അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവാണ്. ഈ കച്ചവടക്കാരൊക്കെ എത്തണേ ഉള്ളൂ. അത് കഴിഞ്ഞു, നല്ല വിശപ്പ്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ട്രാവൽ കഴിഞ്ഞു, ഇനി ഈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൂനത്തറ ടൗണിൽ തന്നെയുള്ള ഹോട്ടൽ പാരഡൈസിലാണ് വന്ന്. പൊതുവെ അമ്പല ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെയ് റോസ്റ്റ് മസാല ദോശ വിട്ടൊരു കളിയില്ല എന്നറിയാലോ. പക്ഷേ ഇത്തവണ പൊറോട്ടയും മുട്ടക്കറിയാക്കി. സംഭവം വേറൊന്നുമല്ല, പൊറോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഇഡ്ഡലിയാണ്. അത് ഭയങ്കര തണുത്തിരിക്കുന്നു. അപ്പോൾ ചൂടോടെ കഴിക്കാം, പിന്നെ ഒരു ചായയും കുടിക്കാം. സമയം ഇപ്പോൾ 9:40. കൃത്യം 10 മണിക്ക് ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ഷോ. ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകണം ചിറയത്ത് ബസ് കയറിയിട്ട് ഇപ്പോൾ ഷൊർണൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താല്ലേ ഈ പടം എത്ര കഷ്ടപ്പെട്ടിട്ട് അടുത്തുണ്ടെന്ന് അറിയാം. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് എന്തായാലും തിയേറ്ററിൽ പോയി കാണണമെന്ന്. അപ്പോൾ ഇതാണ് ഷൊർണൂരുള്ള അനുരാഗ് തിയേറ്റർ. ഞാൻ പൊതുവെ എംലാലിലാണ് കൂടുതലായിട്ടും പോവാറ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു കേട്ടോ. വീടെത്തിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഉച്ചോർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. നമ്മൾ പാടത്ത് കൂടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നുണ്ട്. ഇവിടെയും കുറേ ആടുകളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആട് പശുക്കളൊക്കെ ആയിട്ട് ആൾക്കാർ. ആകെ പോട്ടെ, ആട് ജീവിതത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഒരു നിമിഷം പേടിച്ചു പോയി. കാരണം നമ്മളെങ്ങാനും ആ മരുഭൂമിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട്. ആ ലെവലിൽ ആ മനുഷ്യൻ അനുഭവിച്ച കഷ്ടതകൾ ആലോചിച്ച് നോക്കാൻ പറ്റണില്ല. അത്രയും പാവല്ലേ. നജീബ് എന്ന് പറഞ്ഞിട്ട് ആളെ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഇത് നടന്ന സംഭവം തന്നെയാണ്, അറിയാലോ നിങ്ങൾക്കൊക്കെ. ഇതിനൊരു നോവലും ഉണ്ട്, ബെന്യാമിൻ്റെ ആടുജീവിതം. ഞങ്ങൾക്ക് വായിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു സിനിമ ഒരു കാര്യം ഉറപ്പാണ്, വേറെ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജിലാണ് ഇതേ പ്രൊഡക്റ്റ് വന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഓസ്കാർ ലെവൽ, ഓസ്കാർ കിട്ടിയില്ലെങ്കിലും ഓസ്കാർ നോമിനേഷനെങ്കിലും പോവും. ആ ലെവലിലാണ് അതിൻ്റെ ഒരു മേക്കിങ്. ഇവിടുത്തെ കാര്യം പറയാൻ പറ്റില്ല. അവാർഡ്സ് കിട്ടോ ഇല്ലേ അത് വേറെ കാര്യം. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ എത്ര വർഷത്തെ അയാളുടെ ഹാർഡ് വർക്ക്. പൃഥ്വിരാജ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതൊന്നും പറയാൻ വയ്യ. പൃഥ്വിരാജ് ശരിക്കും ആ നജീബ് എന്ന ക്യാരക്ടറിൽ ജീവിക്കുകയാണ്. പിന്നെ പൃഥ്വിരാജ് മാത്രമല്ല, അതിലൊരു ഗോകുൽ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനും ആക്ട് ചെയ്തിട്ടുണ്ട്. അവനും വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും കാണേണ്ട സിനിമ തന്നെയാണ്. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മലയാള സിനിമയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം ആടുജീവിതം. ഇവിടെ ആടുജീവിതം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലല്ല, പാടത്താണെന്ന് മാത്രം. സൂര്യമാമൻ ഇന്നത്തേക്ക് ടാറ്റ പറയാറായിട്ടുണ്ട്. മൂപ്പര് പോയിട്ട് ചന്ദ്രമാമൻ വരാറായിരുന്നു. അമ്പലത്തിലെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ വൈകുന്നേരം ഇരിക്കാനൊരു പ്രത്യേക സുഖമാണ്. നാട്ടിലൊന്നും എപ്പോഴും ചെക്കന്മാർ ഫുട്ബോളോ ക്രിക്കറ്റോ ഒന്നും കളിക്കണില്ലതുകൊണ്ട് പാടത്തൊന്നും ആരുമില്ല. പണ്ടൊക്കെ നമ്മൾ ഈ ടൈമായി കഴിഞ്ഞാൽ
ടൈമല്ല, ഇനി മുന്നേ തന്നെ വരും. നമ്മൾ പാടത്ത് ഫുൾ കളിയാവും. ഇപ്പം ആരുമില്ല, എവിടെ ഇല്ല, ഇവിടെ മാത്രമല്ല. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ നമ്മളെ ചാനലിൽ നമ്മൾ കുറേ തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് ഫുഡ് വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറയൂ. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് കുടുംബം 20K അടുക്കുന്നു. വളരെ സന്തോഷം. ഇവിടെ നോക്കിയാൽ ദൂരെ എൻ്റെ വീട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ കുറച്ച് ദിവസം പിടിക്കും കേട്ടോ. കുറച്ച് പണിത്തിരക്കുകളുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.